മോളിവുഡിന്റെ പൊട്ടൻഷ്യൽ അത്രത്തോളം എക്സ്പ്ലോർ ചെയ്തൊരു മന്ത് എന്ന് തന്നെ പറയാം ഫെബ്രുവരി മാസം. കാരണം ടിൽ ഡേറ്റ് ഇതുവരെ ശരിക്കും ഈ ഒരു മാസം ഇറങ്ങിയ 4 സിനിമകളും നല്ല അഭിപ്രായം നേടി, നല്ല തിയേറ്ററിക്കൽ റൺ കിട്ടിക്കൊണ്ട് മുന്നേറുകയാണ്. ഫെബ്രുവരി 9 റിലീസായ പ്രേമലു, അതുപോലെ തന്നെ അന്വേഷിപ്പിൻ കണ്ടെത്തും, ഈ 2 സിനിമകളും വ്യത്യസ്തമായിട്ടുള്ള ജനേഴ്സ് ആണ്. ആൻഡ് ഈ 2 സിനിമകളും അതിനനുസരിച്ചുള്ള തിയേറ്ററിക്കൽ റണ്ണും കിട്ടി ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് പ്രേമലു 60 കോടി കളക്ഷൻ കഴിഞ്ഞ് സ്റ്റിൽ റണ്ണിങ് വിത്ത് ഹൗസ്ഫുൾ ഷോസ്, അതും വർക്കിംഗ് ഡേയ്സിലൊക്കെയുള്ള ബുക്കിംഗ് കണ്ട ശരിക്കും ഞെട്ടിപ്പോവും. കാരണം നല്ല കണ്ടന്റും നല്ല പെർഫോമൻസ് അല്ലെങ്കിൽ നല്ല ഒരു വർക്കാണ് അവർ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾ കയറാൻ ഉണ്ടാവും എന്നുള്ളതിനുള്ള ഏറ്റവും വലിയൊരു റിസൾട്ട് തന്നെയായിരുന്നു പ്രേമലുവിന്റെ ആ ഒരു റണ്ണ്. ആൻഡ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ബ്രഹ്മയുഗം വന്നു. വളരെയധികം എക്സ്പെക്ട് ചെയ്ത് ഞാൻ കാത്തിരുന്ന ഒരു സിനിമ തന്നെയായിരുന്നു ബ്രഹ്മയുഗം. എന്നെ പോലുള്ള ഒരുപാട് പേര്, കാരണം മമ്മൂട്ടി, രാഹുൽ സദാശിവൻ ആ ഒരു കോമ്പോയിൽ വരുന്ന പടം, അതിന്റെ ട്രെയിലറും ഇതിന്റെ ഓരോരോ അപ്ഡേറ്റ്സും ഒക്കെ അത്രത്തോളം ഒരു എക്സ്പെക്ടേഷൻ മീറ്റർ കൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് മസ്റ്റ് ആയിട്ട് ഡിമാൻഡ് ചെയ്യുന്ന ഒരു പടം തന്നെയായിരുന്നു. പ്രതീക്ഷിച്ച എന്താണോ ഞാൻ പോയത് അതിന്റെ ഡബിൾ ഇരട്ടി കിട്ടിയ ഒരു പടം തന്നെയായിരുന്നു ബ്രഹ്മയുഗം. ആൻഡ് അതൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് കളത്തിൽ അതുവരെ ഇല്ലാത്ത ഒരാളുടെ എൻട്രി, മഞ്ഞുമ്മൽ ബോയ്സ്. സുഷിൻ ശ്യാമിന്റെ ഇന്റർവ്യൂലത്തെ ഒരു ഡയലോഗ് മലയാള സിനിമയുടെ തലവര തന്നെ മാറ്റാൻ പോകുന്ന ഒരു പടം തന്നെയാണ്, മീൻസ് സീൻ തന്നെ മാറ്റാൻ പോകുന്ന ഒരു പടം തന്നെയാണ് മഞ്ഞുമ്മൽ ബോയ്സ്. ആൻഡ് പറഞ്ഞത് അച്ചട്ടായ പോലെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ. കാരണം ഇപ്പൊ തന്നെ എത്രയോ വ്യാഴാഴ്ച റിലീസ് ചെയ്ത സിനിമ ഇപ്പോഴും ഞാൻ ആളുകൾ ഇങ്ങനെ കണ്ടുകൊണ്ട് ഹൗസ്ഫുൾ ഷോസിന്റെ എവിടെയും ടിക്കറ്റ് കിട്ടാത്തൊരു അവസ്ഥയിലേക്ക് തന്നെയായിരുന്നു പോകുന്നുണ്ടായിരുന്നത്. ഞാൻ സത്യം പറഞ്ഞാല് 22 റിലീസ് ചെയ്തതിന്റെ അന്ന് ഞാൻ ഈ പടം കണ്ടിരുന്നു. ആൻഡ് ഇന്നലെ ഞാൻ ഈ പടം വീണ്ടും കണ്ടു. കാരണം ഈ പടത്തിലെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പടത്തിലെ ആ ഒരു കൺമണി എന്ന് പറയുന്ന സോങ്ങിന്റെ ഒരു വൈബ് ശരിക്കും അത് വീണ്ടും പടം കണ്ടു കഴിഞ്ഞതിന് ശേഷം കേട്ടപ്പോൾ വീണ്ടും കാണാനുള്ള ഒരു ഫീൽ ആയിരുന്നു. ആൻഡ് അത് കണ്ടപ്പോൾ എനിക്ക് ഒരിക്കലും നിരാശപ്പെട്ടില്ല. ഫസ്റ്റ് ടൈം എങ്ങനെയാണോ ഞാൻ കണ്ടത് അതുപോലെ തന്നെ എൻജോയ് ചെയ്തു. ആൻഡ് എന്താണ് ഇപ്പൊ പറയേണ്ട അവസ്ഥ എന്ന് വെച്ചാല്, തിയേറ്ററിലേക്ക് നമ്മൾ പോകുമ്പോൾ എന്താണ് നമുക്ക് വേണ്ടത് അല്ലെങ്കിൽ ഏത് ജനറാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതിനുള്ള 4 സിനിമകളുണ്ട്. ആൻഡ് അതിനനുസരിച്ചിട്ട് ആളുകളും സിനിമകൾക്ക് കാണാനുണ്ട്. സോ തിയേറ്ററിലേക്ക് ആൾക്കാർ വരാത്തതിന്റെ ഇഷ്യൂ അല്ലെങ്കിൽ പടങ്ങളുടെ ഇങ്ങനെയുള്ള ഒരു ഇഷ്യൂസോ ഒന്നുമല്ല. നല്ല കണ്ടന്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആളുകൾ തിയേറ്ററിലേക്ക് വരും. കാരണം കഴിഞ്ഞ കൊല്ലമൊക്കെ ഒരുപാട് കംപ്ലൈന്റ് പറഞ്ഞിരുന്ന ഒരു കാര്യമായിരുന്നു. കാരണം തിയേറ്ററിലേക്ക് ആളുകൾ വരുന്നില്ല, റിവ്യൂസ് ആണ് സിനിമയെ നശിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഒരാളോ രണ്ടാളോ സിനിമയെ കുറിച്ച് മോശം പറഞ്ഞാൽ ഒരിക്കലും ഇല്ലാതാവുന്നതല്ല സിനിമ എന്ന് പറയുന്നത്. കാരണം നല്ല കണ്ടന്റ് ഉണ്ടെങ്കിൽ അത് കാണാൻ തീർച്ചയായിട്ടും ആൾക്കാർ വരും. അതിനുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് പ്രേമലുവിന്റെ കാര്യം. കാരണം അത്രയും നല്ല കളക്ഷൻസ് ആൻഡ് ആ ഒരു റൂട്ടീൻ സ്റ്റോറി തന്നെ ആൾക്കാരുടെ പെർഫോമൻസ് കൊണ്ടും അതുപോലെ സിറ്റുവേഷണൽ കോമഡീസ് കൊണ്ട് 2.5 മണിക്കൂർ ആൾക്കാരെ ചിരിപ്പിച്ചിരുത്തുക. ആൻഡ് ഭാവന സ്റ്റുഡിയോസിന്റെ ഒരു ബാനറിൽ ഇറക്കിയിട്ടുള്ള ഒരു പടം ഒരു നല്ല ക്വാളിറ്റി പടം തന്നെയായിരിക്കുന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം ഭാവന സ്റ്റുഡിയോസ് ആണ് ഇത് എടുത്തിട്ടുള്ളത് ആൻഡ് അവർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഗിരീഷ് ഷെട്ടിയുടെ അടുത്ത 3ാമത്തെ പടം എന്നുള്ള ആ ഒരു പ്രതീക്ഷ ഒരിക്കലും തെറ്റിച്ചില്ല. നല്ലൊരു എന്റർടൈനർ തന്നെയായിരുന്നു ശരിക്കും സമ്മാനിച്ചത്. ആൻഡ് ഈ 4 സിനിമകളും ഞാൻ കണ്ടപ്പോൾ ഇപ്പൊ പ്രേമലു ഒഴിച്ചു നിർത്തിയാൽ, പ്രേമലു നല്ല രീതിയിലുള്ള ഒരു എന്റർടൈൻ ചെയ്ത് നമ്മളെ കൊണ്ടുപോയി ആ ക്വാളിറ്റി അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോ അന്വേഷിപ്പിൻ കണ്ടെത്തും, ബ്രഹ്മയുഗം, അതുപോലെ മഞ്ഞുമ്മൽ ബോയ്സ്, ഈ 3 സിനിമകളുടെയും ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മലയാള സിനിമയിലത്തെ ടെക്നിക്കൽ സൈഡ് അത്രത്തോളം ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുക എന്നുള്ളതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ്. പ്രത്യേകിച്ച് ഇപ്പോൾ മഞ്ഞുമ്മൽ ബോയ്സിലെ ഗുണ കേവിന്റെ സെറ്റ് ഇട്ടതൊക്കെ നമ്മൾ ഈ 2 ദിവസം മുമ്പ് ക്യൂ സ്റ്റുഡിയോസിന്റെ ഇന്റർവ്യൂസും അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ കണ്ടിരുന്നു. അതിൽ പറയണ്ടായിരുന്നു പെരുമ്പാവൂരിലുള്ള ഒരു ഗോഡൌണിലാണ് ശരിക്കും ആ കേവിന്റെ ഉൾഭാഗമൊക്കെ ശരിക്കും സെറ്റ് ഇട്ടേക്കണേ എന്നുള്ളത്. അത് വളരെ വൃത്തിക്ക് തന്നെ ശരിക്കും ശരിക്കുള്ള സൈഡ് ഏതാ അല്ലെങ്കിൽ സെറ്റ് ഇട്ടുള്ളത് ഏതാന്ന് ആളുകൾക്ക് ചെറിയ ഡൗട്ട് വരുന്ന രീതിയിലായിരുന്നു ആ സംഭവം അവർ ചെയ്തു വെച്ചിട്ടുള്ളത്. ആൻഡ് സിനിമയുടെ ക്വാളിറ്റി, ടെക്നിക്കൽ സൈഡ് ആൻഡ് ഈവൻ ആ മൊത്തത്തിലുള്ള ഒരു കാലഘട്ടങ്ങൾ റീക്രിയേറ്റ് ചെയ്യുന്നത് ഇപ്പൊ ബ്രഹ്മയുഗത്തിലും അതുപോലെ അന്വേഷിപ്പിൻ കണ്ടെത്തിലും ആ ഒരു കാലഘട്ടങ്ങൾ റീക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, ആ സെറ്റ് ഇട്ടിട്ടുള്ളത് ഒളപ്പമണ്ണം മനയില് ബ്രഹ്മയുഗത്തിന്റെ ആ പുറത്തുള്ള വ്യൂ ഒക്കെ സെറ്റ് ഇട്ടിട്ടുള്ളതും, അന്വേഷിപ്പിൻ കണ്ടെത്തൽ ഒരു 93 കാലഘട്ടങ്ങളുടെ മൊത്തം ആ ഒരു കാലഘട്ടത്തിൽ ഓരോരുത്തരുടെ ഡ്രസ്സിങ് ആയാലും ഓരോരോ വണ്ടികൾ അല്ലെങ്കിൽ ആ ബിൽഡിങ്ങിന്റെ ആർക്കിടെക്ചർ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളതൊക്കെ എടുത്തു പറയേണ്ട ഒന്നാണ്. മലയാള സിനിമയുടെ ടെക്നിക്കൽ സൈഡ് ഒരുപാട് വികസിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ കാലഘട്ടത്തിനൊപ്പം അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിനുള്ള ഏറ്റവും വലിയ എക്സാമ്പിൾസ് ആണ് ഇതൊക്കെ. ആൻഡ് ആ മൊത്തത്തിലുള്ള മ്യൂസിക് ഒക്കെ, അതായത് ശരി പ്രത്യേകിച്ച് മഞ്ഞുമ്മൽ ബോയ്സിലത്തെ സുഷിൻ ശ്യാമിന്റെ മ്യൂസിക് ആ സിനിമയെ എത്രത്തോളം അപ്ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. പ്രത്യേകിച്ച് ഇളയരാജയുടെ ആ ഒരു കൺമണി എന്ന് പറയുന്ന സോങ്ങിന്റെ ചില പ്ലേസ്മെന്റ്സ് പലരും ആ സിനിമയിൽ ഒരു പ്രത്യേക സീനിൽ ആ പാട്ട് കൊണ്ട് പ്ലേസ് ചെയ്ത് ശരിയായില്ല എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് കണ്ടപ്പോൾ തോന്നിയത് ആ സിനിമയിൽ ആ ഒരു പോയിന്റിൽ ആ പാട്ട് അത്രത്തോളം ആപ്റ്റ് ആയി എന്നുള്ളതാണ്. ആ ഒരു സീനിന്റെ ഇന്റൻസിറ്റിയും അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകന്റെ മനസ്സും അല്ലെങ്കിൽ വിഷ്വലൈസ് ചെയ്ത് നമ്മൾ കാണുമ്പോൾ മനസ്സ് നിറയ്ക്കുന്ന ആ ഒരു പീക്ക് മൊമെന്റ് ഉണ്ടല്ലോ, സിനിമയുടെ ഒരു മാജിക്, അത് അവിടെ ശരിക്കും വർക്കൗട്ടായി.
ആൻഡ് അതിന് ആ ഒരു ഹോൾ ക്രൂവിന് അഭിനന്ദിച്ചേ പറ്റൂ. ഈവൻ ആ സിനിമയുടെ കാസ്റ്റിംഗ് ഡയറക്ടർ ആയിട്ടുള്ള ഗണപതി ഇത്രയും ആളുകളെ കാസ്റ്റ് ചെയ്യാനും പ്രോപ്പർ ആയിട്ടുള്ള റോളുകൾ കൊടുക്കാനും ഈ റിയൽ ലൈഫ് ഇൻസിഡൻസിൽ എന്താണോ നടന്നത് അതിനനുസരിച്ചുള്ള ആളുകളെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാസ്റ്റ് ചെയ്യാനും അത്രയും വളരെ നീറ്റായിട്ട് തന്നെ ആ സിനിമയെ കൊണ്ടുപോകാൻ പറ്റും. കറക്റ്റ് ആ റൺ ടൈം 2 മണിക്കൂർ 15 മിനിറ്റ് ആ റൺ ടൈമിൽ അവരതൊക്കെ പറഞ്ഞു പോയി. ആൻഡ് ബാക്കിയുള്ള 3 സിനിമകളിലേക്ക് വന്നാലും ശരി, 4 സിനിമകളും എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം എനിക്ക് ഇഷ്ടപ്പെട്ട 4 സിനിമകളാണ്. ശരിക്കും അത് വളരെ ഒരു ഡിഫറെന്റ് ആയിട്ട് തോന്നി. കാരണം 4 പടങ്ങളും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അത് എന്തോ ഈ ഒരു മാസം ഇറങ്ങിയ 4 പടങ്ങളും എല്ലാവർക്കും ഇതേ അഭിപ്രായം തന്നെയായിരിക്കും. സോ ഇതുപോലുള്ള സിനിമകൾ, പുതിയ പുതിയ കണ്ടന്റുകൾ വരട്ടെ, തിയേറ്ററുകളിൽ ഇപ്പോഴത്തെ ആൾക്കാരുടെ ആ ഒരു ഫ്ലോ ഇനിയും ഉണ്ടാവട്ടെ, നല്ല സിനിമകൾ വരട്ടെ, നമ്മുടെ ആ ഒരു മോളിവുഡിന്റെ ആ ഒരു മൊത്തത്തിലുള്ള കണ്ടന്റിന് നമ്മൾ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, അത് മറ്റുള്ള മൂവി ലവേഴ്സിലേക്ക് എത്തട്ടെ. സോ എന്തൊക്കെയായിരുന്നു നിങ്ങൾക്ക് ഈ പടത്തെ കുറിച്ചുള്ള അഭിപ്രായം, അല്ലെങ്കിൽ മോളിവുഡിന്റെ ഇപ്പോഴത്തെ ഈ ഒരു പീക്ക് മൊമെന്റിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. ആൻഡ് അൺടിൽ ദെൻ